ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആലു പൊറോട്ട വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ്, അതാണ് മെയിനായിട്ട് വേണ്ടത്. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സബോള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിയില ചെറുതായിട്ടൊന്നൊരു വാട്ടം വന്നിട്ടാ. പിന്നെ നമുക്ക് ഗോതമ്പ് പൊടി വേണം കേട്ടോ. ഗോതമ്പിലാണ് നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ പണിയിലേക്ക് കിടക്കാം. ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമ്പോഴേ നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനായിട്ട് കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം. ഇതുപോലെ ഇരിക്കണം, ഉണ്ടാ അതുപോലെ ഇരിക്കണം മാതിരി മാവ് കുഴച്ചിരിക്കണം. അപ്പം ചപ്പാത്തി മാവ് പോലെ എല്ലാവരും ഇത് കുഴക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ലൂസാക്കി ലൂസാക്കി എന്ന് കരുതി നല്ലോണം ലൂസല്ല. ചപ്പാത്തി മാവിനായിട്ട് കുറച്ച് സംഭവം ചെയ്യാനായിട്ടല്ലേ. സംഭവം വിചാരിക്കണമല്ല കേട്ടോ. ഒരു ചപ്പാത്തി കഴിക്കുന്നതിന് പകരം 2 ചപ്പാത്തി കഴിച്ച ഗുണം ചെയ്യും ഈ ഒരു ഐറ്റം. അപ്പോൾ ഇത് എല്ലാവർക്കും അറിവുണ്ടായിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ പേഴ്സണലി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് കാണാം തന്നെ ബാക്കി. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് ആലു പൊറോട്ടയ്ക്ക് വേണ്ടി കുഴച്ച് റെഡിയാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി പരിപാടി നോക്കാം. ഇത്രയ്ക്ക് ഇങ്ങനെ പരിപാടി. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സബോള, അതുപോലെ പച്ചമുളക്, മല്ലിയിലൊക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു മസാല പരുവത്തിന് നമ്മളാക്കി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇനി. അപ്പം നമ്മുടെ പാൻ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ നമ്മുടെ സബോള വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. പച്ചമുളകും സബോളയും നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പുപൊടി ചേർത്ത പെട്ടെന്ന് വാടിക്കിട്ടില്ല. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് വാടിയ മതി വേണ്ട പറഞ്ഞു. വാടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കി കാര്യങ്ങളിൽ ഈ ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സബോളയൊക്കെ ഏകദേശം വെന്ത് ഒരു ഗ്ലാസ് പരുവത്തിലാവണ വരയ്ക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. വേറെ വലിയ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് വരുന്നില്ല. സബോള, പച്ചമുളക്, അതുപോലെ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാം. മഞ്ഞപ്പൊടി ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരാം. മഞ്ഞപ്പൊടി അല്ല, മല്ലിപ്പൊടി നമുക്ക് വേണമെങ്കിൽ ഒരു ഗരം മസാല, അതുപോലെ വേറെ എന്തൊക്കെയാ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ ഉള്ളൂ. കുറച്ച് സ്പൈസി ആവാൻ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കേണ്ട സമയമായിട്ടാണ്. കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, കുറച്ച് മുളക് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ വരുമ്പോഴാണ് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു മസാല പരുവത്തിലേക്ക് ഇതായി വരുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം വളരെ കുറച്ച് ഇടുന്നുള്ളൂ. നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് ഉപ്പിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇടുന്ന സമയമായി. ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ല രീതിയിൽ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പം കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒക്കെ ഉടച്ചെടുക്കണം നല്ല രീതിയിൽ. അത് ഇതിലും ഇട്ടിട്ട് നമ്മൾ കയ്യിലോണ്ടും നല്ല രീതിയിൽ ഉടച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്. ഇതിൽ 1-2 മേമ്പൊടികൾ കൂടി നമ്മൾ ചേർക്കുന്നത്. കുറച്ച് ഗരം മസാല. ഈ സമയത്ത് നമുക്ക് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. ഗരം മസാല ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് കുറച്ച് ഇട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് തരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി കേട്ടോ. സ്പൈസി ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകപ്പൊടി ചതച്ച് വെച്ചത് അതും കുറച്ച് ചേർക്കുന്നുണ്ട്.
പിന്നെ ലാസ്റ്റ് നമ്മൾ മല്ലിയില കുറച്ച് വാടിപ്പോയി, കുഴപ്പമില്ല. മല്ലിയില നമ്മൾ ഇന്നലെ മേടിച്ച് വെച്ചതായിരുന്നു ഫ്രിഡ്ജിൻ്റെ, അതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഒരു വാട്ടം വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ചേർത്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ശരിക്കും അത് സ്മെല്ല് വന്നു തുടങ്ങിയില്ലേ. ഇതിലാണെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ ചേർക്കാട്ടോ. നമ്മളിത് ഇപ്പോൾ ആലു പൊറോട്ട എന്നുള്ള നിലയ്ക്ക് ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ശരിക്കും നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലേ, നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത് വരുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ യൂട്യൂബ് വഴിയൊക്കെ ആൾക്കാരൊക്കെ അറിഞ്ഞ് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആലു പറാട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ചപ്പാത്തി പരത്തിയെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കണം മാവ്. ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് പരത്തിയിരിക്കുന്നത്. നമ്മളത് ഇത്ര ഒരു പീസ് ഇട്ടിട്ടുണ്ട്. സാധാരണ ചപ്പാത്തി എടുക്കുന്നതിനാളും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചപ്പാത്തി പരത്താൻ വേണ്ടി പോവുകയാണ്. ഇത് പരത്തുമ്പോഴേ ഇതിൻ്റെ നടുഭാഗം കുറച്ച് ഉയർത്തി വെച്ച് സൈഡൊക്കെ ഇത്തിരി നന്നായി പരത്തിയെടുക്കണം. എന്തിനാ അപ്പം അങ്ങനെ ചെയ്യണത്? അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കിതൊന്ന് വിജയിച്ച് കിട്ടിയത്. മറ്റേതൊക്കെ സൈഡൊക്കെ പൊട്ട് ചെയ്തു. ഇതിപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന സൈഡിൽ നമ്മൾ ഫില്ലിങ് വയ്ക്കുക. ആ ഉയർന്ന് നിൽക്കുന്ന ഭാഗം ഒരു കുമ്പിള് മലയാക്കിയിട്ട് അതിനുള്ളിലേക്കാണ് നമ്മൾ നമ്മുടെ ആലുവിൻ്റെ ആ ഒരു ഫില്ലിങ്സ് ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങനെ മൂടിയെടുക്കാം. ഓക്കെ. ഇപ്പോൾ ഈ സൈഡ് ഇപ്പോൾ അധികം മാവുണ്ട്, ബാക്കിലും അധികം മാവുണ്ട്. ഈ സൈഡിലേക്ക് ഇങ്ങനെ പരത്തുമ്പോൾ സ്പ്രെഡായി വരുത്. നമ്മൾ ഇടുമ്പോൾ ഈ സൈഡിൽ കുറച്ച് മാവ് തൂവിയിട്ട് ഇത് കമത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇവിടെ പരത്തണം. അപ്പോൾ ഇത് പരത്തുന്ന ഒരു രീതി വേണമെങ്കിൽ കണ്ടോട്ടോ. ഇത് നമ്മൾ അതിനുള്ളിൽ നമ്മുടെ ഫില്ലിംഗ് ഉണ്ട്, എന്നിട്ട് അത് പുറത്ത് പോവാത്ത രീതിയിലാണ് ഈ പരത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ട ആവശ്യത്തിന് മാവൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായി കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതുവരെ ഒരു ഉള്ളിലത്തെ ഫില്ലിങ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അതുപോലെയാണ് അത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ജസ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. പരമാവധി ചെറുതാക്കണം. നോക്കി കണ്ട, നോക്കി. ആഹാ, പുറത്തേക്ക് വന്നിട്ടില്ല അല്ലേ? പുറത്തേക്ക് വരില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരേ ഒരു ഇന്ത്യ, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഇല്ല എന്ന് പറയാമല്ലോ. സംഭവം സെറ്റ്. ആഹാ, അങ്ങനെ ഒരു പൊറോട്ട കഴിച്ചാൽ മതി. അത് ശരിയാണ് കേട്ടോ. അതിപ്പോൾ അപ്പോൾ നിങ്ങൾ രാവിലെ ജിമ്മിന് പോകുന്ന ആൾക്കാരാണെങ്കിലേ ഇതിന് പണിയുണ്ട്. വീട്ടിൽ വന്നിട്ട് അമ്മേനെ കഷ്ടപ്പെടുത്താണ്ട് നമ്മളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി. ഇതിന് കഷ്ടപ്പാടിനെ ഉണ്ടാക്കാനായിട്ട്. അപ്പം നോക്കി ഒരെണ്ണം നമ്മൾ ഈ ഒരു കനം ഉണ്ടാവില്ല. ഇത് സാധാ ചപ്പാത്തിനെ അപേക്ഷിച്ച് ഈ ഒരു കനം വരും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ്സോട് കൂടെ നമ്മൾ പരത്തി എടുത്തിരിക്കുകയാണ്. അപ്പോൾ പരമാവധി നമുക്ക് കനം കുറച്ച് ചെയ്യാൻ പറ്റുന്നിടത്തോളം കനം കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പക്ഷേ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, 2 ചപ്പാത്തി കഴിച്ചതിൻ്റെ ഗുണം ഉണ്ടാവും കേട്ടോ. പൊറോട്ട നല്ല സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോൾ ഒരു ബട്ടറിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ മെൽറ്റായി എല്ലായിടത്തേക്കും വരുന്നത് കാണാനായിട്ട് പറ്റിയത്. തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ വേവിച്ച് എടുക്കാം. എടുക്കാൻ പോകണം കേട്ടോ. നമുക്ക് സെറ്റായി ഒന്ന് നോക്കാം കേട്ടോ. കണ്ട ഇങ്ങനെ ലെയറൊക്കെ തിരിഞ്ഞ് കണ്ട ഇല്ല. ഓ, സ്മെല്ല് സെറ്റ്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാം റെഡി. നല്ല പൊറോട്ട ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇനി ഒരു സ്കൂപ്പ് മറ്റേ ബട്ടറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റായി. ഇപ്പോൾ ലെയർ തിരിഞ്ഞ് നല്ല ആലു പൊറോട്ട ആയിരിക്കും.
അപ്പം നമുക്കിത് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് കൂട്ടാൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ചിക്കൻ കറി ആയാലും അതുപോലെ വേറെ എന്തെങ്കിലും ബീഫ് അതുപോലെ വേറെ എന്ത് കറി ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറി ഇല്ലെങ്കിൽ കറി ഇല്ലാതെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആലുവിൻ്റെ അതായത് കണ്ടോ ഇതിനുള്ളിൽ നോക്കി നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാല ഫില്ലിംഗ് ആണ്. അതുകൊണ്ട് നമുക്കിതിന് കറി വേണമെന്നില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു മയണൈസും പിന്നെ അതുപോലെ തന്നെ തക്കാളി സോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിൻ്റെ കൂടെ ഒരു ബട്ടർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബട്ടർ ചൂടുന്ന സമയത്ത് ആ ഒരു ചൂടോടെ ഇതിൻ്റെ മേലെ കൂടെ മെൽറ്റാക്കി ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സൂപ്പർ ആയിട്ടാണ്. നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കട്ടോ. മയണൈസിൻ്റെ കൂടെ അതിന് അടിപൊളിയായിട്ട സാധനം. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യാം. ലൈക്ക് ഷെയർ കമൻറ്റ് അങ്ങനത്തെ എല്ലാ കലാപരിപാടികളും ചെയ്തോളൂ. ജീവ ക്യാപ്ചർ എന്ന മൊമെൻറ്റ് കിട്ടാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതുവരെയും സ്റ്റേ സേഫ്. ഹാവ് എ ഗുഡ് ഡേ.